അല്പം കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായ ആനുലർ എക്ലിപ്സ് ഇപ്പൊ ആനുലർ ആയി കഴിഞ്ഞു. അതായത് ആനുലർ എക്ലിപ്സ് പരിപൂർണ്ണ റിംഗ് ഓഫ് ഫയർ കാണാൻ സാധിക്കുന്നത് 2 ഘട്ടം തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കും. ഒരു ധനുഷ്കോടിയിലാണ് ഇപ്പോ ചന്ദ്രൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായ ഒരു വൃത്തമായി മാറും, പൂർണ്ണമായ റിംഗ് ഓഫ് ഫയർ ആയിട്ട് ഇത് മാറും. ആ റിംഗിനാണ് ആനുലസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആനുലർ എക്ലിപ്സ് എന്ന് വിളിക്കുന്നത്. ആനുലസ് ലാറ്റിൻ ആനുലർ എക്ലിപ്സ് ഇതിനെ പറയാൻ കാരണം വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇനി ഒരു 60 കോടി വർഷം കഴിഞ്ഞാൽ ആനുലർ എക്ലിപ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാര്യം ചന്ദ്രന്റെ ദൂരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയിൽ നിന്നുള്ള ദൂരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 കോടി വർഷം കഴിഞ്ഞാൽ മാനവരാശി നിലനിൽക്കുമെങ്കിൽ അന്ന് കാണുന്നതെല്ലാം ആനുലർ എക്ലിപ്സ് തന്നെയായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ സൂര്യനെ നോക്കിയത് ഒട്ടേറെ നിർദ്ദേശങ്ങൾ നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഗ്രഹണത്തിന്റെ ഏത് ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ സൂര്യൻ ഏറ്റവും കൂടുതൽ അപകടകാരിയാവുക? അതോ ഗ്രഹണം ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ തന്നെ തുടരും? പ്രധാനമായിട്ടും ഈ പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് സൂര്യനെ കൂടുതൽ നേരം നോക്കി നിൽക്കാനുള്ള പ്രവണത നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ പെട്ടെന്നായിരിക്കും ആ ഡയമണ്ട് റിംഗ് പ്രത്യക്ഷപ്പെടുന്നത്. പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകും.